ഇസ്രായേലിന്റെ ഗസ കൂട്ടക്കുരുതിയെ തുടക്കം തൊട്ടേ ന്യായീകരിക്കുന്ന അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകരിൽ പ്രമുഖനാണ് പിയേഴ്സ് മോർഗൻ. പിയേഴ്സ് മോർഗൻ അൺസെൻസേർഡ് എന്ന സ്വന്തം ടോക്ക് ഷോയിലും അല്ലാതെയും മോർഗൻ വംശഹത്യയ്ക്ക് ന്യായം ചമച്ചിരുന്നു. ഇസ്രായേലിന്റെ സ്വയം പ്രതിരോധം എന്നായിരുന്നു പ്രധാന വാദം. എന്നാൽ കഴിഞ്ഞ ദിവസം റഫേലെ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണം മോർഗന്റെ മനസ്സും ഇളക്കിയെന്നു വേണം പറയാൻ. റഫ കൂട്ടക്കുരുതിയെ രൂക്ഷമായാണ് പ്രമുഖ ബ്രിട്ടീഷ് മാധ്യമ പ്രവർത്തകനായ പിയേഴ്സ് മോർഗൻ വിമർശിച്ചത്. അതിഭീകരമാണ് റഫേലെ കാഴ്ചകളെന്നും നിരപരാധികളെ ഇങ്ങനെ കൊന്നൊടുക്കുന്നത് ന്യായീകരിക്കാനാകില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു. ഹമാസിന്റെ ഒക്ടോബർ 7 ആക്രമണത്തിനു ശേഷം ഇസ്രായേൽ കാട്ടിക്കൂട്ടുന്ന ഭീകരതകളെ ന്യായീകരിച്ചയാളാണ് താനെന്ന് പറഞ്ഞ മോർഗൻ അടിയന്തരമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. കൂടാതെ റഫ ആക്രമണത്തെ വിമർശിച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ നടത്തിയ പ്രസ്താവനയെ പിന്താങ്ങുകയും ചെയ്തിട്ടുണ്ട് പിയേഴ്സ് മോർഗൻ. റഫ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ന്യായീകരണവും അദ്ദേഹം തള്ളി. വടക്കു കിഴക്കൻ റഫയിലെ ജൂദിയയിലും സമരിയയിലുമുള്ള 2 ഹമാസ് സൈനിക തലവന്മാരെ ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്നായിരുന്നു മന്ത്രാലയത്തിന്റെ വിശദീകരണം. ഇവിടെ ഹമാസ് പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം വഹിച്ച യാസിൻ റാബിയ, ഹമാസ് ആസ്ഥാനത്തെ മുതിർന്ന ഉദ്യോഗസ്ഥനായ ഖാലിദ് നാഗർ എന്നിവരെ ആയിരുന്നു ലക്ഷ്യമിട്ടതെന്നും 2 പേരെയും വകവരുത്താനായെന്നും മോർഗനെ അഭിസംബോധന ചെയ്ത് ഇസ്രായേൽ വാദിച്ചിരുന്നു. എന്നാൽ ഇവരെ മാത്രം ഉന്നമിട്ടുള്ള കൃത്യമായ ആക്രമണം ആയിരുന്നില്ല ഇതെന്നാണ് മോർഗന്റെ പ്രതികരണം. റഫയിലെ ഇസ്രായേൽ ആക്രമണത്തിനെതിരായ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി വിധിയെ കഴിഞ്ഞ ദിവസം വരെ വിമർശിച്ചയാളാണ് പിയേഴ്സ് മോർഗൻ. മോശം വിധിയെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്നാൽ റഫയിൽ നിന്നും ഓരോ ദിവസവും വരുന്ന ഹൃദയഭേദകമായ കാഴ്ചകളിൽ ഏറെ വൈകിയാണെങ്കിലും നിലപാട് മാറ്റിയിരിക്കുകയാണ് ബ്രിട്ടനിൽ വൻ ജനസ്വാധീനമുള്ള, ലോകത്തെങ്ങും വലിയ കാഴ്ചക്കാരുള്ള മാധ്യമപ്രവർത്തകനായ മോർഗൻ. ഒക്ടോബർ 7 ശേഷം ഗസയിൽ ഇസ്രായേൽ ആരംഭിച്ച കൂട്ടക്കുരുതിയെ സ്വന്തം ടോക്ക് ഷോയിൽ മോർഗൻ പലവട്ടം ന്യായീകരിച്ചിട്ടുണ്ട്. ഫലസ്തീനെ പിന്തുണക്കുന്ന അതിഥികളെ പരിപാടിയിൽ കടന്നാക്രമിക്കുകയും അവഹേളിച്ചു വിടുകയും ചെയ്തിട്ടുണ്ട്. 2 തവണ അതിഥിയായി എത്തിയ ഈജിപ്ഷ്യൻ കൊമേഡിയൻ ബാസിം യൂസഫ് മോർഗന്റെ വാദങ്ങളെ നേർക്കുനേർ പൊളിച്ചടുക്കിയതാണ്. സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇത്. ഇതിനെയെല്ലാം അവഹേളിക്കുകയാണ് അന്നൊക്കെ മോർഗൻ ചെയ്തിരുന്നത്. എന്നാൽ അന്താരാഷ്ട്ര കോടതിയുടെ മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ച് റഫേൽ ഇസ്രായേൽ നരഹത്യ തുടരുമ്പോഴാണ് മോർഗൻ തന്റെ പഴയ നിലപാട് വിഴുങ്ങി രംഗത്തെത്തിയിരിക്കുന്നത്. ബ്രിട്ടീഷ് ടാബ്ലോയിഡ് പത്രം ദി സണ്ണിലാണ് പിയേഴ്സ് മോർഗൻ കരിയർ ആരംഭിക്കുന്നത്. പിന്നീട് മാധ്യമ ഭീമൻ റൂപ്പർട്ട് മർഡോക്ക് തന്റെ ബ്രിട്ടീഷ് വാരികയായ ന്യൂസ് ഓഫ് ദ വേൾഡിൽ എഡിറ്ററായി നിയമിച്ചു. പിയേഴ്സ് മോർഗൻ അൺസെൻസേർഡ് എന്ന ടോക്ക് ഷോയിലൂടെയാണ് അന്താരാഷ്ട്ര തലത്തിൽ അദ്ദേഹം വലിയ ശ്രദ്ധ നേടുന്നത്.